ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണത്തിന്റെ മുന തന്ത്രിയിലേക്കും UDF-ലേക്കും തിരിക്കാനുള്ള CPM നീക്കത്തിന് തിരിച്ചടിയാവുകയാണ്. അതായത് തന്ത്രിക്ക് കിട്ടിയ ജാമ്യമാണ് എല്ലാത്തിനും തിരിച്ചടി. മറ്റെല്ലാവർക്കും കുറ്റപത്രം കിട്ടാത്തതിനാൽ ജാമ്യം കിട്ടിയപ്പോൾ തന്ത്രിക്ക് പുറത്തിറങ്ങാൻ സാധിച്ചത് തെളിവില്ലെന്ന് കോടതി കണ്ടെത്തിയതിനാലാണ്. അന്വേഷണം CPM നേതാക്കളിൽ എത്തുകയും കടകംപള്ളി സംശയനിഴലിലാവുകയും ചെയ്ത സമയത്തായിരുന്നു തന്ത്രിയുടെ അറസ്റ്റ്. അതിനിടെ UDF നേതാക്കളിലേക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ UDF ഭരണസമിതിയിലേക്കും അന്വേഷണം എത്തി. LDF ജാഥകളുടെ പ്രചാരണം പോറ്റിയെ കയറ്റിയത് സഖാക്കളല്ല എന്നായിരുന്നു. തന്ത്രിയാണ് എല്ലാത്തിനും കാരണക്കാരൻ എന്ന നരേറ്റീവാണ് ഇപ്പോൾ പൊളിയുന്നത്. ഒരു തെളിവുമില്ലാതെ ഈ ഒരു കുറ്റകൃത്യത്തിൽ ഒരു പങ്കാളിത്തവും ഇല്ലാതെ ശബരിമല തന്ത്രിയെ പോലെ ഒരാളെ 41 ദിവസം ജയിലിലിട്ടത് എന്തിനാണ് എന്ന് SIT പറയണം. കാരണം CPM നേതാക്കൾക്കെതിരായി ആരോപണങ്ങൾ മൂർച്ച വെച്ചപ്പോൾ അതിൽ നിന്നും വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സ്വാധീനത്തിൽ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തെന്നുള്ളൊരു ആരോപണമുണ്ട്. ശബരിമലയിൽ തന്ത്രി അറിയാതെ ഒന്നും നടക്കില്ല. ആചാരങ്ങളിൽ അന്തിമ വാക്കാണ് തന്ത്രി. സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്തു കൊണ്ടുപോയത് നേരിൽ കണ്ടിട്ടും തന്ത്രി ഇടപെട്ടില്ല, ആരെയും അറിയിച്ചില്ല. കുറ്റകരമായ മൗനമായിരുന്നു തന്ത്രിയുടേത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അന്ന് സർക്കാരിനെയും LDF-നെയും ചില്ലറയല്ല ആശ്വാസമുള്ള ദിവസങ്ങളാക്കി മാറ്റിയത്. കഴിഞ്ഞ 41 ദിവസവും ഇടതുമുന്നണി നേതാക്കൾ ആവർത്തിച്ചത് ശബരിമലയിലെ കള്ളൻ ആരാണെന്ന് ബോധ്യമായല്ലോ എന്നാണ്. പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധവും SIT റിമാൻഡ് റിപ്പോർട്ടിൽ ചേർത്തു. തന്ത്രി കണ്ഠര് രാജീവർക്ക് കോടതി ജാമ്യം നൽകിയതോടെ വാദങ്ങൾ പൊളിഞ്ഞു. ജാമ്യം നൽകുക മാത്രമല്ല, തന്ത്രിക്കെതിരെ തെളിവിന്റെ കണിക പോലുമില്ലെന്നാണ് കോടതിയുടെ പരാമർശം. CPM-ന് നേരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്കെതിരെ ചോദ്യത്തിന്റെ മുൾമുന വരുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാനും CPM-ന് നേരെ ചോദ്യശരങ്ങൾ ഉയരുമ്പോൾ അതിന്റെ മുനയൊടിക്കാനും വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ശബരിമല തന്ത്രി അറസ്റ്റ് ചെയ്തത്. തന്ത്രിക്ക് ഭരണപരമായ ഒരു ഉത്തരവാദിത്വവും SIT പറയുന്ന കാര്യങ്ങളിൽ ഇല്ലെന്നും കോടതി പരാമർശം നടത്തിയതോടെ SIT വെട്ടിലായി. കുറ്റപത്രം നൽകാത്തതിനാൽ പ്രതികൾ ഓരോരുത്തരായി ജയിലിൽ നിന്ന് പുറത്തു വരുന്നതിനിടെയാണ് തന്ത്രിക്കെതിരെ തെളിവില്ലെന്ന ജാമ്യ ഉത്തരവിലെ പരാമർശം. തന്ത്രിയെ കുടുക്കിയതാണോ? ശബരിമല തന്ത്രി സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് അറിഞ്ഞു എന്നതിൽ സംശയമില്ല. അറ്റകുറ്റപ്പണി വേണമെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയതും ശരിയാണ്. എന്നാൽ സ്വർണ്ണപ്പാളികൾ മങ്ങിത്തുടങ്ങിയെന്ന് തന്ത്രി എഴുതിയപ്പോൾ ദേവസ്വം ബോർഡ് ഉത്തരവിൽ അത് ചെമ്പുപാളികളായി. ഇവിടെ തന്ത്രി നിയമപരമായി തെറ്റുകാരനല്ല. അത് കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്.